മാവോയിസ്റ്റുകൾക്കെതിരെ നടപടികൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് യോഗം വിളിച്ചത്. കേരളത്തിൽ നിന്ന് ആഭ്യന്തര സെക്രട്ടറിയും DGPയും യോഗത്തിൽ പങ്കെടുക്കും. മാവോയിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി സ്വീകരിക്കുന്നത്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാർ നടപടി തുടരുകയാണ്. അതിനിടയിൽ ഇത് നടപടി കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആഭ്യന്തര സെക്രട്ടറിയും DGPയും യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അല്ലെങ്കിൽ ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെ വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപടികൾ വളരെയധികം കർശനമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ CRPFന്റെ വാഹനവ്യൂഹം ഉൾപ്പെടെ ആക്രമിക്കുന്നത് ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലുമൊക്കെ പതിവായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകാറില്ല. അത്തരത്തിൽ ശക്തമായ നടപടികൾ മാവോയിസ്റ്റുകളെ നേരിടുന്നതിൽ നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. കാരണം ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും നടപടികൾ കർശനമാക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇവർ കുടിയേറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വയനാടൻ മലനിരകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാവോയിസ്റ്റ് പ്രവർത്തനം വർദ്ധിച്ചു വരുന്നു എന്നായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയത്. കേന്ദ്ര ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷവും യോഗം വിളിക്കുകയും കരുത്ത മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു. കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തണ്ടർ ബോൾട്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. പ്രധാനമായും കേന്ദ്ര ഇന്റലിജൻസ് ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ചാണെങ്കിൽ വയനാടൻ മലനിരകൾ, അതായത് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകവും അതിർത്തി പങ്കിടുന്ന മലനിരകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മാവോയിസ്റ്റ് പ്രവർത്തനം കൂടുതൽ ശക്തമാകുന്നത്. മാത്രമല്ല ഈ മാവോയിസ്റ്റുകൾ അവിടെ വനവാസ മേഖലകളിൽ ഇറങ്ങുന്നതും പതിവാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ വേണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ നടപടികൾ ഉണ്ടാകാറില്ല. ചില ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിൽ കൂടിയും ശക്തമായ നടപടികളല്ല ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് പിന്നീട് തിരിച്ചടിയാകും എന്നും കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വനവാസി മേഖലകളിൽ സായുധരായി മാവോയിസ്റ്റുകൾ ഇറങ്ങുന്നു. അവർ അവിടെ ഭീതി പരത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വനത്തിനുള്ളിൽ ഇവർ തമ്പടിച്ചതായി വിവരങ്ങൾ ലഭിക്കുമ്പോഴും കൃത്യമായ ഒരു നടപടിയിലേക്ക് പോകാറില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം CPI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ മാവോയിസ്റ്റ് വേട്ടയെ ഇപ്പോഴും എതിർക്കുന്നുണ്ട്. മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ നടപടി പാടില്ല എന്നാണ് CPI ഉൾപ്പെടെ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തണ്ടർബോൾട്ടുമായുള്ള ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ വേണമെന്ന് CPI എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മജിസ്ട്രീരിയൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിന് ശേഷമാണ് പിന്നീട് കാര്യമായ ഏറ്റുമുട്ടലുകൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റുകൾക്കെതിരായ നടപടികൾ ശക്തമാക്കുന്നതിനുമായി യോഗം വിളിച്ചിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 7-നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം തടയാൻ ആവശ്യമായി എന്തൊക്കെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഈ യോഗത്തിൽ വിശദമാക്കാനുള്ള ഒരു ആവശ്യം തന്നെയാകും ഈ യോഗത്തിൽ ഉണ്ടാവുക. സംസ്ഥാനത്ത് നിന്നും DGPയും അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കും. നിഖിൽ.